ഹായ്, ഹലോ, നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെരി ടെൻഷൻ ഡേ എന്നുള്ള ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ടെൻഷൻ ഫീൽഡ് ഡേ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പ്രഷർ പോയിൻറ്റ്സിലൂടെ തന്നെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴേക്കും നമ്മളത് തീർക്കണം. ആ ഒരു പ്രഷർ നമുക്ക് എന്തായാലും ഉണ്ടാവും, ഭംഗിയായി തീർക്കണം എന്നുള്ളത്. സോ അത് ഏത് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഏത് പ്രൊഫഷനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പ്രഷർ പോയിൻറ്റ്സ് എപ്പോഴും ഉണ്ടാവും. അതല്ലാതെ ഒരു ഷെഫിന് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രഷർ പോയിൻറ്റ്സ് ഞങ്ങളുടെ വേറെ രീതി. അപ്പോൾ അന്നത്തെ ദിവസം തുടങ്ങിയത് രാവിലെ ഭഗവാന് നേദ്യമൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഫുൾ വിഭവം ഉണ്ടല്ലോ, ഒരു ബൾക്ക് ഓർഡറായിരുന്നു. പല കസ്റ്റമേഴ്സിന് പലതും വേണമായിരുന്നു ബൾക്കായിട്ട്. ഇപ്പോൾ കടലക്കറി, അതേമാതിരി സാമ്പാർ, എന്താണ് ചീര കൂട്ടാൻ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഈ കാണുന്ന ടേബിളിൽ ഞാൻ വെച്ചിരിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് 6:30-ക്ക് കണ്ണേട്ടനും കിച്ചുവും കൂടി യാത്രയായി. അവർ സ്കൂളിലേക്കും കണ്ണേട്ടൻ ഓഫീസിലേക്കും. ഞാൻ എന്നാൽ പിന്നെ ഇതൊക്കെ ഒരു 11 മണിയുടെ ഡെലിവറിയാണ്. അപ്പോൾ വന്ന് എടുത്തിട്ട് പോവും അവർ. അപ്പോൾ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, രാവിലെ 6:30-ക്ക് തന്നെ എല്ലാം ഒന്ന് മുറിച്ച് വെക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ പയറാണ് ആദ്യം തുടങ്ങിയത്. അങ്ങോട്ട് മുറിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കറണ്ട് അങ്ങോട്ട് പോയി കിട്ടി. ഞാൻ ആദ്യം വിചാരിച്ചു സ്വിച്ച് ബോർഡിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത്. അങ്ങനെ പോയിട്ട് 2 സ്ഥലത്തുള്ള ബോർഡുകൾ നോക്കിയപ്പോൾ ഒന്നും ട്രിപ്പായിട്ടില്ല. ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് കറണ്ട് പോവുക എന്ന് പറയണത് ആലോചിക്കാൻ കൂടി വയ്യ. അതും ഇൻഫോം ചെയ്യാതെയൊക്കെ പോവുക. ഞാൻ അപ്പം തന്നെ കണ്ണേട്ടനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു വല്ല ഇമെയിലോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന്. കണ്ണേട്ടനും കുട്ടിയും കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ കിച്ചനോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇമെയിൽ ഒരു 2-3 ദിവസം മുമ്പ് വന്നിരിക്കുന്നു, പക്ഷെ അതൊരു അറബിയിലായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ടാവും എന്നുള്ളത്, അറേബ്യൻ റാഞ്ചസിൽ ഉണ്ടാവും എന്നുള്ളത് അവർ പറഞ്ഞേക്കണു. 6:30 തൊട്ട് 11 മണി വരെ. എൻ്റെ ഡെലിവറി 11 മണി. ഇതിലെന്തൊക്കെ ഒന്ന് ഞാൻ അരയ്ക്കണം, ഇതിലെന്തൊക്കെ ഒന്ന് ഞാൻ ഉണ്ടാക്കണം, ഇതിലെന്താ ഞാൻ ആൾക്കാരെ കൊണ്ട് പറയുക. 2-3 പേര് പരിചയമുള്ളവരാ. പക്ഷെ പരിചയമില്ലാത്തവരുടെ മുമ്പിൽ പരിചയമുണ്ടോ ഇല്ലയോ, എനിക്ക് ഒരാളുടെ മുമ്പിൽ വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു സംഭവം വേറെ ഇല്ല. അതായത് എല്ലാം ഇതായി എനിക്ക് എൻ്റെ തല അങ്ങോട്ട് പെരുത്തിട്ട് എനിക്ക് കാലിന്ന് എൻ്റെ മണ്ണൊക്കെ ഒലിച്ചു പോകണ മാതിരി ഒരു ഫീൽ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കൊരു ബാക്കപ്പ് ഇല്ല. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താ അരയ്ക്കുക, ഞാൻ എങ്ങനെ ഒരു അവിയൽ ഉണ്ടാക്കുക, ഞാൻ എങ്ങനെ ഒരു വറുത്തരച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുക, എനിക്കൊന്നും മനസ്സിലാവാത്ത ഒരു നിമിഷം. പക്ഷേ നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾ നമുക്ക് ശക്തി തരും എന്ന് പറയില്ലേ, ആ ഒരു കുടഞ്ഞെണീക്കലുണ്ട്. പിന്നെ ആ കുടഞ്ഞെണീക്കലിൽ തീരുമാനിച്ചു ഞാൻ എന്തായാലും ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഒന്ന് പെട്ടെന്ന് ആലോചിച്ചു, തേനൂരിൽ നിന്ന് കണ്ണേട്ടൻ്റെ അമ്മ എനിക്കൊരു ഹാൻഡ് മിക്സർ തന്നിട്ടുണ്ടായിരുന്നു, അതും ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് 11 മണിയൊന്നും ആയില്ല, 10:15 തന്നെ കറണ്ടൊക്കെ വന്നു. അപ്പോൾ അരയ്ക്കേണ്ട മെയിൻ കാര്യം വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടല്ലോ, അത് അരയ്ക്കാൻ എനിക്ക് പറ്റി. ബാക്കിയുള്ളതൊക്കെ ഹാൻഡ് മിക്സറിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിതത്തിൽ ചില പാഠങ്ങൾ നമ്മൾ ലൈഫ് നമുക്ക് പഠിപ്പിച്ചു തരും. ആ സമയത്ത് നമ്മളതിനെ ഒരു 2 മിനിറ്റ് നമുക്ക് തലയുടെ ഉള്ളിലൊന്നും ഓടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് എണീറ്റാലുണ്ടല്ലോ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടാണ്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണ്. നമുക്ക് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റുക. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് അതും കൂടി വറുത്തെടുക്കുക. ഞാൻ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ക്ലൈൻറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇട്ടത്, അല്ലാത്ത പക്ഷം ഞാൻ ഇടാറില്ല. പക്ഷേ വറുത്തരച്ച ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങുള്ളത് നല്ലത് തന്നെയാണ്.
അപ്പോൾ ഉരുളക്കിഴങ്ങും ഇട്ടു, ചിക്കനും ഇട്ടു. നമ്മൾ ഈ മസാലയിൽ ഒന്നും തന്നെ ഇടുന്നില്ല, അതായത് ഈ ഉള്ളിയിൽ ഒന്നും തന്നെ ഇടുന്നില്ല. അതിനെ അടച്ചു വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ തേങ്ങയും ബാക്കിയുള്ള മസാലകളും നിങ്ങൾക്ക് വറുത്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കുക. ഓക്കെ, ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങും ചിക്കനും ഈ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി, ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതിലേക്ക് നന്നായിട്ട് കിടന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് റിലീസായി അതിൻ്റെ മണമൊക്കെ ഒന്ന് വരണ വരയ്ക്കും നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കട്ടിക്കാണ് അരച്ചെടുക്കുന്നത്, പളപളോന്ന് ലൂസാക്കിയിട്ടല്ല. എന്നിട്ട് നല്ല പോലെ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒലുമ്പിയിട്ട് ഒരു 2-2.5 ഗ്ലാസ്സോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല സ്ലോ ഫ്ലെയിമിൽ ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് നല്ല സ്ലോ ആയിട്ട് ഒരു 20-25 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ചിക്കൻ കറി റെഡി ആയിരിക്കും. അങ്ങനെ 11 മണിയാകുമ്പോഴേക്കും ആ കാര്യങ്ങൾ എല്ലാം തന്നെ ഭംഗിയായിട്ട് തീർത്തു. പിന്നെ നമ്മൾക്ക് വലിയൊരു ഓർഡർ ഉണ്ടായിരുന്നത് ഇലയട, ഉണ്ണിയപ്പം, അതേമാതിരി തന്നെ നമ്മുടെ ഉള്ളി ബജ്ജി, അതേമാതിരി സ്പ്രിങ് റോൾ അവർക്ക് ഫ്രീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരത്ത് അതിനൊക്കെ ഉള്ള പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ ഇലയുടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം ചെയ്തു. ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ ഹെൽത്ത് കുറച്ചൊന്ന് ഡൗൺ ആകുന്ന പോലെ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എവിടെയോ എന്തോ വരുന്നുണ്ട് എന്നുള്ള ഒരു വാർണിംഗ്. ബിക്കോസ് ഇവിടെ ഫ്ലൂ സീസൺ തുടങ്ങി. നമ്മൾ ഫ്ലൂ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ എന്താ അറിയില്ല, സംതിങ് വാസ് കമ്മിങ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയ ദിവസമാണിത്. എന്തൊക്കെയോ എൻ്റെ ദേഹം അനുവദിക്കുന്നില്ല, സംതിങ് ഉള്ളിൽ എന്തൊക്കെയോ ഒരു ക്ഷീണം പോലെ എന്നുള്ളത് എനിക്ക് തോന്നി തുടങ്ങി. പക്ഷേ എന്നാലും നമ്മൾ ഭംഗിയായിട്ട് കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ നീറ്റാക്കി ചെയ്തു. അത് കഴിഞ്ഞ് അവർ വന്നു, അവരുടെ കാര്യങ്ങളെല്ലാം, പാർട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവരെടുത്തിട്ട് പോയി. സ്പ്രിങ് റോൾ നമ്മൾ ഇങ്ങനെയും ചെയ്തു കൊടുക്കും, വറക്കാതെ തന്നെ. അവർക്ക് വേണ്ട സമയത്ത് അവർ ഫ്രഷായിട്ട് വറക്കാമെന്ന് പറഞ്ഞു. സോ അങ്ങനൊരു ടെൻഷൻ ഡേ ശുഭമായി കഴിഞ്ഞു.